ആദ്യത്തെ മുത്തവളാണ് ഞങ്ങളുടെ കടിഞ്ഞൂർ പുത്രി. അവൾ പറഞ്ഞേക്കുന്ന മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അമ്മ മരിച്ചതിന് ശേഷം ഒത്തിരി ഈ നാടോടി ജീവിതമായിരുന്നു ശരിക്കും. എൻ്റെ മോളാണ് ആദ്യം ഞങ്ങളെ പപ്പ മമ്മി എന്ന് വിളിച്ചത്. ഇവളിൽ നിന്നാണ് വിളിച്ചു തുടങ്ങിയത്. അത് കേട്ടാൽ പിന്നെ വന്ന മക്കളെല്ലാവരും പപ്പ മമ്മി എന്ന് വിളിച്ചു. ആ ഒരു സ്നേഹമൊക്കെ എന്നും അവളുടെ മനസ്സിൽ കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ കൂടെ കിടത്തി ഉറക്കി എടുത്ത മകളാണ് ഞാൻ. കൊടുക്കച്ചാ അവർക്ക് നീളം കൂട്ടല്ല, ഞാൻ ഇംഗ്ലീഷ് ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദ്രത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. 22 വർഷം മുമ്പ് ഒരു 5 വയസ്സുകാരി 2 അനുജന്മാരുമൊത്ത് ജീവിക്കാൻ ഹോട്ടലിൽ പാത്രം കഴുകിയും നാടോടി ജീവിതവും നയിക്കുന്ന ചിത്രം മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് കുട്ടികൾക്ക് തുണിയുമായി കലയപുരത്ത് നിന്നൊരു ജോസും ഭാര്യ മിനിയും കണ്ണൂർ ആലക്കോട്ടെത്തുന്നത്. അവിടെ നിന്നും 3 പേരെയും കൂട്ടി അവർ ആശ്രയിലെത്തുന്നു. പിന്നീട് ആ 3 കുട്ടികളുടെയും അച്ഛനും അമ്മയും അവരായി മാറി. 3 കുട്ടികളും ജോസേട്ടൻ്റെ ഭാര്യയുടെ ദേഹത്തെ ചൂട് തട്ടി അവർ രാത്രികളിൽ ഉറങ്ങി. നല്ല ഭക്ഷണം കഴിച്ചു, നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. 2 കുട്ടികളെ ഒക്കത്തെടുത്ത് സഹോദരന്മാരെ വളർത്താൻ പാടുപെട്ട ആ തമിഴ് ബാലികയാണ് സരസു. ആശ്രയിലെത്തി അവൾ മലയാളം പഠിച്ചു. പാഠങ്ങൾ ഓരോന്നിലും മികച്ച വിജയം നേടി. MSWയിൽ മാസ്റ്റർ ബിരുദം നേടിയ സരസുവിന് 22 വർഷത്തിനിപ്പുറം വിവാഹമെത്തുകയാണ്. തിങ്കളാഴ്ച ദിവസം വിവാഹമാണ്. കണ്ണൂർ കേളകത്തുള്ള നിധീഷ് ജോസഫാണ് വരൻ. ആശ്രയ വിവാഹാഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ്. ശരിക്കും ഇവരൊക്കെയാണ് ദൈവം. ഇവിടെയാണ് ദൈവം അധിവസിക്കുന്നത്. നിരവധി കുട്ടികൾക്ക് അച്ഛനായി, അമ്മയായി, എല്ലാമെല്ലാമായി ജോസേട്ടൻ്റെയും മിനിയേടത്തിയുടെയും ജീവിതം അർത്ഥപൂർണമാകുന്ന സാർത്ഥക നിമിഷങ്ങൾക്ക് കൂടിയാണ് ആശ്രയ സാക്ഷ്യം വഹിക്കുന്നത്. വയസ്സുകാരി ഇരട്ട കുട്ടികളുടെ പോറ്റമ്മ എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടി മനോരമയുടെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കണ്ണൂർ പോയി മോളെ ഒന്ന് ഏറ്റെടുത്തത്. അന്ന് നമുക്ക് 5 വയസ്സും മറ്റ് 2 കുട്ടികൾക്ക് 3 വയസ്സും 2 വയസ്സുമായിരുന്നു. അവിടെ നിന്നാണ് അവളെ എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. അവർക്ക് അവർ സ്വന്തം അമ്മയും അച്ഛനെയും കാണുന്ന പോലെ. ഇവളെപ്പോഴും അവരുടെ ഇടയ്ക്കാണ്. ഇവിടെ സൈക്കാട്രിക് സോഷ്യൽ വർക്കറാണ്. എന്നാലും എല്ലാവരെയും കാട്ടില്ല ജോലിയിൽ കുറേ അവരോടൊരു ഡെഡിക്കേറ്റഡ് ആകുന്ന ഒരു നല്ലൊരു ജോലിക്കാരിയാണ്. ആ ഓരോ ഫയൽ ഇവിടുത്തെ എടുത്താലും അവളുടെ ഹാൻഡ് റൈറ്റിങ് ഞാൻ അർച്ചായനോട് എപ്പോഴും പറയും. ആ ഒരു ഫയലൊക്കെ നോക്കിയാലുണ്ടല്ലോ അക്ഷരം പോലെയാണ് അത് ചെയ്തു വെച്ചത്. നമ്മളത് കണ്ടാൽ തന്നെ കണ്ണു വെക്കും. അക്ഷരം ഒന്നും പഠിപ്പിക്കും. സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുക്കി നിർത്തുമ്പോൾ ആ ഞങ്ങൾക്കൊരു ചെറുതെണ്ണയിലുണ്ട്, ചെറുതെണ്ണയിൽ നിന്ന് അങ്ങ് കരയും. എന്നിട്ട് അവസാനം ഞങ്ങൾ എടുത്ത് വലിച്ച് സ്കൂളിൽ കൊണ്ടാക്കും. സ്കൂളിൽ പോയി ആളങ്ങ് പിന്നെ മിടുക്കിയായി. അക്ഷരം മുതൽ എഴുതിച്ച് പഠിച്ചതാണ്. പിന്നെ ഒത്തിരി നല്ല ആക്ടിവിറ്റീസ് അവളുടെ കണ്ടു. അഭിനയവും ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസും ഉണ്ട്, വരയ്ക്കും, ഒന്നിനും മാറ്റി നിർത്തണ്ട. ഭയങ്കര സന്തോഷം. എല്ലാ പെൺകുട്ടികളുള്ള പോലെ തന്നെ സന്തോഷമാണ്. എന്നാൽ കുറച്ചുകൂടി അധികത്തുള്ള സന്തോഷം മാത്രം. പിന്നെന്താ, ഇത്ര ഒരു ഭാഗ്യം വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ ലൈഫിൽ ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. കാരണം ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ പോയി തീരേണ്ട ജീവിതം ഇന്ന് എന്താ പറയുക, അപ്പം സ്വപ്നം കണ്ടില്ല അപ്പുറമാണ് ഇന്ന് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തോടും പിന്നെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എൻ്റെ പപ്പയോടും മമ്മിയോടും, ജോസ് പപ്പയോടും മീൻ മമ്മിയോടും ഒത്തിരി കടപ്പാടും നന്ദിയുണ്ട്. എൻ്റെ സ്വന്തം സ്ഥലം ശരിക്കും തമിഴ്നാടാണ്. പിന്നെ എൻ്റെ പപ്പയ്ക്ക് എന്നെ കിട്ടിയത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കണ്ണൂരിലൊക്കെ ഒന്ന് പോകണം, നാടൊക്കെ ഒന്ന് കാണണം ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തോ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് തിരിച്ചെൻ്റെ നാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. എവിടെ പോയാലും അവൾ നന്നായി ജീവിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം തീയിൽ പുരുന്നത് വെയിലത്ത് വാടത്തില്ലല്ലോ. ഒരുപാട് കുഞ്ഞു പ്രായത്തിൽ നല്ല കഷ്ടതയിൽ അവൾ അനുഭവിച്ച് കഴിഞ്ഞ ആഴ്ച എന്നോട് കുറേ കാര്യങ്ങൾ അവൾ ഷെയർ ചെയ്തു. അതുകൊണ്ട് എവിടെ പോയാലും അവൾ ജീവിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ നല്ലൊരു മോനാണ് അവളെ കല്യാണം കഴിക്കാനായിട്ട് വന്നതും. അവരുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും നല്ല സ്നേഹം. കൂടുതലൊന്നും പറയാനില്ല. സന്തോഷമായി ജീവിക്കട്ടെ എന്ന് മാത്രം. തീർച്ചയായിട്ടും. കാരണം ഒത്തിരി എന്താ പല തവണയും പപ്പേനെ വഴക്കുമ്പോൾ ഞാൻ തിരിച്ചൊക്കെ പറയാറുണ്ട്. ഇത് ഭയങ്കര സ്പീഡായിരുന്നു. എല്ലാവരും മിസ് ചെയ്യും. പപ്പയും അമ്മയും ഇവിടെയുള്ള എല്ലാവരും മിസ് ചെയ്യും. സന്തോഷമൊക്കെ ഇപ്പൊ അവള് കണ്ണൂർ പോകുമ്പോ ഞങ്ങളെ കൂടെ ചെല്ലണമെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. അന്ന് തന്നെ പിന്നെ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആദ്യത്തെ മകളാണ് സരസു. അവര് 2001 സരസുവിൻ്റെ 2 ആങ്ങളമാരും ഈ ഭവനത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ഭാര്യ ഇടവും വലവും വെച്ച് കിടത്തിയാണ് ഇവരെ ഉറക്കിയത്.
ആദ്യമൊക്കെ രാത്രിയിലൊക്കെ ഉറങ്ങത്തിൽ ഞെട്ടി ഉണരുകയും കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി സരസു സാധാരണ ജീവിതത്തിലേക്ക് വന്നു. പഠിക്കാൻ മിടുമിടുക്കിയാണ്, നന്നായിട്ട് പാടും, നന്നായിട്ട് നൃത്തം ചെയ്യും, നന്നായിട്ട് നാടകത്തിൽ അഭിനയിക്കും. നല്ല കയ്യക്ഷരമാണ്, പ്രസ്സിൽ അച്ചടിക്കുന്ന പോലെയുള്ള കയ്യക്ഷരമാണ്. ഇവിടെ MSW പാസ്സായി ഇവിടെ സൈക്കാട്രി സോഷ്യൽ വർക്കറായിട്ട് സരസു ഇപ്പോൾ ജോലി ചെയ്യുന്നു. അതോടൊപ്പം അവിടെ സാമർഥ്യം കൊണ്ട് സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു. ദൈവം അനുവദിച്ചാൽ ഒരുപക്ഷെ കൊല്ലം ജില്ലയുടെ കളക്ടറായിട്ട് ഇവിടെ കാണാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആലക്കോട് നിന്നാണ് സരസുവിനെയും സുമേഷിനെയും സുരേഷിനെയും രണ്ടാങ്ങളമാരെയും ഞങ്ങൾ കണ്ണൂർ പോയി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെയാണ് ഞങ്ങൾ ഇവരുടെ അന്നത്തെ ദുരന്തങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. നന്നായിട്ട് പഠിക്കും, നല്ല സ്വഭാവമുള്ള കുഞ്ഞാണ്. പിന്നെ പെട്ടെന്ന് ഒരു മുൻകോപവും ദേഷ്യമൊക്കെ ഇടയ്ക്ക് വരികയും ചെയ്യും. അതൊക്കെ അപ്പോൾ തന്നെ മാറുകയും ചെയ്യും. അവിടെ എന്നെയും എൻ്റെ ഭാര്യയെയും പപ്പ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെ പപ്പ മമ്മി എന്ന് വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ 300-ലധികം കൊച്ചുമക്കളാണുള്ളത്. ഞാൻ 5 വയസ്സിലാണ് പപ്പയ്ക്ക് എന്നെ കണ്ണൂർ ആലക്കോട് എന്ന സ്ഥലത്താണ് കിട്ടുന്നത്. ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിലാണ് ഞാൻ അവിടെ ആയിരുന്നു താമസിക്കും. ഞാനും എൻ്റെ അച്ഛനും 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. രാവിലെ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ പാത്രം കഴുകി കൊടുക്കും, ചെറിയ ചെറിയ വീട്ടുജോലിയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കഴിച്ചാണ് അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിൽ പോയതാണ്. അപ്പോൾ കുഞ്ഞു പ്രായമാണ് എന്നെ. അന്നേരം ആ സമയത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് എന്തൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് മലയാളമൊന്നും അറിയത്തില്ല, തമിഴായിരുന്നു. അപ്പോൾ പറഞ്ഞില്ലേ, കാരണം അമ്മ മരിച്ചതിന് ശേഷം ഒത്തിരി ഈ നാടോടി ജീവിതമായിരുന്നു ശരിക്കും എൻ്റെ. അപ്പോൾ അങ്ങനെ ജീവിച്ചു വന്ന് എനിക്ക് ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഊര് ചുറ്റി ശരിക്കും നാടോടി ജീവിതമായിരുന്നു എൻ്റെ ആംഗ്ലമാരൊക്കെ ലൈഫ്. പിന്നെ അച്ഛൻ നല്ല മദ്യപനായിരുന്നു. അതെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ പത്രത്തിൽ വന്ന് അങ്ങനെയാണ് പപ്പയും മമ്മിയും അവിടെ വന്ന് പുതിയ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കാണുന്ന എല്ലാവരും. ഇവരൊക്കെയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. എന്താ പറയുക, ഒത്തിരി പാഠങ്ങൾ പഠിച്ചതും കുറേ തമാശകൾ പറഞ്ഞ് എന്താ പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെ ഒത്തിരി സമയം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു വിഷമം വന്നപ്പോൾ ഞാൻ ഇവരോട്ട് ഷെയർ ചെയ്യും. എൻ്റെ ലൈഫിൽ ഇവർ എക്സാം എഴുതാൻ പോയാൽ പോലും ഞാൻ ഫെയിലായി കഴിഞ്ഞ് ഇവിടെ നിന്ന് ആദ്യം ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അവർ പറയാം പോട്ടെ എന്ന് പറയാം, അടുത്തന്നെ ശ്രമിക്കുക. അങ്ങനെ ഒരു മോട്ടിവേഷൻ എപ്പോഴും തരുന്ന കുറേ അമ്മമാരുണ്ട്. കാരണം അവരുടെ ലൈഫിൽ പഠിച്ച കാര്യങ്ങൾ ശരിക്കും ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് ഇവിടുത്തെ എല്ലാ അമ്മമാരും. എന്താ പറയുക, നമ്മളെ കൊണ്ട് ഒക്കത്തില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇവർ പറയും, എന്നെ കൊണ്ട് പറ്റും, ശ്രമിച്ച് നോക്കുമ്പോൾ. കാരണം ഞാനൊക്കെ ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കാറുണ്ടാവും. പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ അമ്മ ചെയ്ത് കളിക്കും. കാരണം ഡാൻസ് പഠിപ്പിക്കാറുണ്ട് അമ്മ. എന്നെ ജാതകം നോക്കി പറയുന്ന അമ്മച്ചിയാണ്. കാരണം ഞാൻ എന്ന് കല്യാണം കഴിക്കും, എന്ന് എനിക്ക് ജോലി കിട്ടും, ഏത് പയ്യനാണ് എന്നെ കെട്ടാൻ വരുന്നത്, എല്ലാം അച്ഛനായിട്ട് അമ്മ എനിക്ക് പറഞ്ഞു. പാഠം അത് ശരി. അതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്, അത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും കൂടുതൽ കാര്യം പഠിച്ചിട്ടുള്ളത് കാര്യത്തിലുള്ളൂ. ഉപദേശത്തിന് യാതൊരു ക്ഷാമവുമില്ല. എന്നെ കൊണ്ടുവന്നപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയാണ്, പപ്പയും അതായത് മിനി മമ്മിയും ജോസ് പപ്പ. ഞങ്ങളങ്ങനെ വിളിക്കാറില്ല, മമ്മി പപ്പ എന്നാണ് വിളിക്കാൻ. എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ വേറെ ഒരു കുട്ടികൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം ഞാനിവിടെ താഴത്തെ കുട്ടിയാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു എന്താ പറയുക ഉണ്ടെന്ന് പറയാം. കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ കൂടെ കിടത്തി ഉറക്കി എടുത്ത മകളാണ് ഞാൻ. അപ്പം അത് ഭയങ്കര സന്തോഷം. എൻ്റെ കല്യാണം പോലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ജസ്റ്റ് ഒരു നോർമൽ കല്യാണം എന്ന് പ്രതീക്ഷിച്ചത് ഇപ്പം വലിയ ആഘോഷമായിട്ട് മാറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. ഞാൻ ഇപ്പം എന്നെ പെണ്ണാണ് വന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ, മദ്യപിക്കുമോ? കാരണം എൻ്റെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ അമ്മ നഷ്ടപ്പെടാൻ കാരണം എൻ്റെ അച്ഛൻ നല്ല കുടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അമ്മ മരിക്കുന്നത്. എൻ്റെ മുന്നിൽ വെച്ചാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ പിന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, പപ്പ സെലക്ട് ചെയ്യുന്ന ആൾ എപ്പോഴും കറക്റ്റായിരിക്കും. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എൻ്റെ മാരേജാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എന്താ പറയുക, എപ്പോഴും ഇന്ന് തന്നെ ഈ സപ്പോർട്ട് നാളെയും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര